ഹലോ, ഒരു ഇൻട്രോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് സമയമില്ലായിരുന്നു. ഇപ്പൊ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണിത്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഗിവ് അവേ ചെയ്യാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 15K ആയാലാണ് ഗിവ് അവേ ചെയ്യാന്ന്. അതുകൊണ്ട് തന്നെ അധിക പേരൊന്നും ചോദിച്ചിട്ടില്ല. ഒരു 2, 3, 4 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ശരി, 10K പ്രമാണിച്ചുള്ള ഒരു ഗിവ് അവേ ആണിത്. പിന്നെ ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ ആണ്. 3 വിന്നേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ ഗിഫ്റ്റ് എന്തൊക്കെയാന്ന് കണ്ടാലോ. ആദ്യം തന്നെ നമ്മുടെ 3rd പ്രൈസ് ഈ ഒരു ബർഗർ ഷേപ്ഡ് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള സ്നാക്സ് ബോക്സ് ആണ്. ശരിക്കും പറഞ്ഞാല് ഞാനൊരു ഷോപ്പ് പോയപ്പോ ഈ ഒരു ബർഗർ ഷേപ്ഡ് ആയിട്ടുള്ള ഈ ഒരു ലഞ്ച് ബോക്സ് കണ്ടു. അപ്പൊ എനിക്ക് കറക്റ്റ് എനിക്കിത് വാങ്ങിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സിന് കൊടുത്താലോ, ഒരു ഗിവ് അവേ ചെയ്താലോ, ഇത് നല്ല രസമുണ്ടല്ലോ കാണാനെന്ന് ഓർത്ത് ആ ഒരു സ്പോട്ടിൽ എടുത്ത തീരുമാനമാണ് ഗിവ് അവേ ചെയ്യാന്ന്. പക്ഷെ ഒരാൾക്ക് മാത്രം കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു 3 പേർക്കെങ്കിലും മിനിമം കൊടുക്കാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ 3 ഗിഫ്റ്റ്സ് കണ്ടെത്തി വാങ്ങിച്ചു. ഒരു അരമണിക്കൂറൊന്നും എടുത്തില്ല, ഒരു 15 മിനിറ്റ്സ് കൊണ്ട് 3 ഗിഫ്റ്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഈ ഒരു സ്നാക്സ് ബോക്സിനെ പറ്റി പറയാനാണെങ്കിൽ ഇതാ ഇങ്ങനെ 2 ഫോർക്കും സ്പൂണും വരുന്നുണ്ട്. 2 കമ്പാർട്ട്മെന്റ്, ഇതാ ഇങ്ങനെ കുഞ്ഞു 2 കമ്പാർട്ട്മെന്റ്, ടോട്ടൽ 3 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരു വലുതും പിന്നെ 2 കുഞ്ഞും. ഈ ഒരു ഒറ്റ സാധനം കണ്ടിട്ടാണ് ഞാൻ ഈ ഗിവ് അവേ തന്നെ പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ ഷുവർ ആയിട്ടും ഞാൻ 15K മാത്രമേ ഗിവ് അവേ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി 25K തരാനെന്നായിരുന്നു. പക്ഷെ കുറെ പേര് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു 15K തരാന്ന്. ഇപ്പൊ എന്താണെന്നറിയില്ല, യൂട്യൂബിൽ ഈ ഗിവ് അവേ ഒരു ട്രെൻഡ് ആയിട്ട് മാറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ മനസ്സിലെ ഗിവ് അവേ എന്താന്ന് വെച്ചാൽ അത് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന ഒരു ടോക്കൺ ഓഫ് ലവ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ആവുമ്പോൾ നമ്മൾ ഒരു ഇഷ്ടത്തോടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ്. പക്ഷെ ഇപ്പൊ അത് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ബാക്കി ഞാൻ പിന്നെ പറയാം. ഇനി 2ാമത്തെ ഗിഫ്റ്റ് കണ്ടാലോ. ഇതാണ് നമ്മുടെ 2nd പ്രൈസ് വിന്നർക്കുള്ള ഗിഫ്റ്റ്. എങ്ങനെയുണ്ട് ഈ ഒരു ഗിഫ്റ്റ്? ഞാൻ ഏകദേശം നിങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വാങ്ങിയ 3 ഗിഫ്റ്റ്സ് ആണ് ഇതൊക്കെ. ഓഫ്ലൈൻ വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഗിഫ്റ്റ്സ് ഒക്കെ കുറച്ച് വെറൈറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ആരും കൊടുത്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഈ സിബും നല്ല രസമുണ്ട്. 2 സിബും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഞാൻ ആ സ്പോഞ്ചൊന്നും പുറത്തെടുത്തില്ല, പക്ഷെ സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ. ഈ പ്രോഡക്ട്സിന്റെ ഒക്കെ വീഡിയോ എനിക്ക് നല്ല നാച്ചുറൽ ലൈറ്റിൽ എടുക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ അറിയാലോ, ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് ലൈറ്റ് പോയിട്ട് സൂര്യനെ തന്നെ കാണാനില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വെളിച്ചത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നറിന് കിട്ടാൻ പോകുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് ആക്ച്വലി ഒരു ടേബിൾ ഡെക്കോർ പീസ് ആണ്. അറ്റ് ദ സെയിം ടൈം ക്ലോക്ക് ആണ്. അറ്റ് ദ സെയിം ടൈം മണി ബോക്സ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് എങ്ങനെ നോക്കിയാലും യൂസ്ഫുൾ അല്ലേ? നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ആ വീഡിയോയില് ആ ലൈറ്റും ഷാഡോ ഒക്കെ വന്നിട്ട് എനിക്ക് അത്ര ഭംഗി ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ അതിന്റെ ലോക്കും കീയും ഒക്കെ അതിന്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്താൽ ഉള്ളിലായിട്ട് ആ ഒരു ക്ലോക്കിന് വേണ്ടിയിട്ട് ബാറ്ററി ഇടേണ്ട ഒരു സ്പേസ് ഉണ്ട്. അതിൽ ബാറ്ററി ഇട്ടാൽ ക്ലോക്ക് വർക്ക് ചെയ്യും. സോ എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കണ്ടില്ലേ, ഈ 3 ഗിഫ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ വാങ്ങിച്ചത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പൊ ഞാൻ നേരത്തെ നിർത്തിയില്ലേ, ഞാൻ ബാക്കി പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് അത് പറയാം. ഈ ഒരു ചാനലില് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് കുഞ്ഞു കുട്ടികളുണ്ട്, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഒരു ഏജിൽ വരുന്ന കുട്ടികളുണ്ട്. ഞങ്ങൾ കുട്ടികൾ തന്നെയാണ്. 22 വയസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഞങ്ങൾ ഇപ്പോഴും കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പം എല്ലാവർക്കും പറ്റുന്ന ഗിഫ്റ്റ് സെലക്ട് ചെയ്യണം. അതിന് കുറേ ടൈം എടുക്കും. ടൈം മാത്രമല്ല, എക്സ്പെൻസും വരും. പേഴ്സണലി കൊടുക്കുമ്പോൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് സെലക്ട് ചെയ്ത് അങ്ങനെ കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം. ഇത് എന്തായാലും ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ ആണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള അവർ മാത്രമായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും എനിക്ക് സെയിം ആണ്. ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണം, എനിക്ക് തരുമോ അങ്ങനെ ചോദിക്കുകയല്ല. ഇത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു ലെക്ക് പോലെ കിട്ടുന്ന ഒരു സംഭവമാണ്. സോ നിങ്ങൾക്ക് ആ ലെക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ജേർണലിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് വേറെയാണെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതല്ലേ അറിയേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് ആസ് യൂഷ്വൽ സബ്സ്ക്രൈബർ ആയിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ മെൻഷൻ ചെയ്യാം, അതും കൂടെ ഫോളോ ചെയ്യണം. ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇൻസ്റ്റഗ്രാം ഉള്ളവർ ഒന്ന് ഫോളോ ചെയ്യാം. ഈ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഞാനൊരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരണമെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങൾ പല ഗിവ് അവേസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പരിചയം ഉണ്ടാവും. സോ നിങ്ങൾ എന്തായാലും ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നല്ലോണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തായാലും
പാരൻസിനോടും കൂടെ ചോദിച്ചിട്ട് മൊബൈൽ നമ്പർ ആയാലും അഡ്രസ്സൊക്കെ പാരൻസിനോടും കൂടെ ചോദിച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇനി എൻ്റെ നെക്സ്റ്റ് ഗിവ് അവേ 25K ഉണ്ടാവുക. ഞാൻ ആദ്യമേ പറയാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ട് കുറച്ചുകൂടി ടൈം എടുത്ത് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഗിവ് അവേ പ്രൈസ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടരുത്. ഇത്രയും പേരെന്താ ഒരു 3 പേരെയാ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. എല്ലാവർക്കും പ്രൈസ് തരാനൊന്നും നമുക്ക് പറ്റൂലല്ലോ, അത് പോസിബിൾ അല്ലാതെ നിങ്ങൾക്കും അറിയാം. അപ്പൊ പിന്നെ ഇത്രയും പേരെന്ന് 3 പേര് ചിലപ്പോൾ നിങ്ങളാവാം, ചിലപ്പോൾ നിങ്ങളാവാതെ ഇരിക്കാം. സോ സങ്കടപ്പെടരുത്. ഇപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത തവണ കിട്ടും. ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ ആണെങ്കിലും കുറച്ചധികം ലേറ്റ് ആയിപ്പോയി. ഞാൻ ഈ ഗിവ് അവേ ക്ലോസ് ചെയ്യുന്നത് June 16 സോ വേഗം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതും വോയിസ് ഓവർ ചെയ്തതും ഒക്കെ. വോയിസ് ഓവറിലാണെങ്കിൽ പുറത്തുനിന്ന് പല ശബ്ദങ്ങളും കേൾക്കാം രാത്രി ആയതുകൊണ്ട് തന്നെ. എന്നാലും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുക, അതിൽ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല, കാരണം ഞാൻ അങ്ങനെ ഇൻസ്റ്റഗ്രാം അധികം യൂസ് ചെയ്യാറില്ല, ഈയിടെയായിട്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റണമെന്നില്ല. കമന്റ് ചെയ്താലും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം. ഗിഫ്റ്റ് ഒക്കെ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് ഗിഫ്റ്റാണ് ഇഷ്ടമായതെന്നും കൂടെ കമന്റ് ചെയ്യാം. കിട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ഈ ഒരു ഗിഫ്റ്റിൽ ഏതെങ്കിലുമൊക്കെ കിട്ടുക. ഇനി നെക്സ്റ്റ് ഗിവ് അവേ ഞാൻ പറഞ്ഞതുപോലെ 25K അതിന്റെ ഇടയിൽ ഗിവ് അവേ എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമാവും. അതാണ് ഞാൻ ഇപ്പോഴേ ഇത് പറഞ്ഞത്. അടുത്ത ഗിവ് അവേയിൽ നല്ല അടിപൊളി ഗിഫ്റ്റുമായിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ. ഓൾ ദ ബെസ്റ്റ്.